ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 15-ാം ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. റിപ്പോർട്ടർ രഘുവിനോട് താടിക്കാരൻ മഹർഷി തുല്യൻ പറഞ്ഞത് പ്രകാരം ശ്രീമംഗലത്ത് നടക്കാനുള്ള സംഭവങ്ങളുടെ ആരംഭം മാത്രമാണ് നാണുവിൻ്റെ കൊലപാതകം. തറവാട് ഇടിച്ചു നിരത്തിയ സംഭവവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്യും എന്നാണ് അദ്ദേഹം നേരിട്ടല്ലെങ്കിൽ കൂടി പറഞ്ഞത്. റിപ്പോർട്ടിലൂടെ രഘു അതിൻ്റെ സൂചനകൾ പുറത്തുവിട്ടിരുന്നു. എങ്കിലും ആരും അതിനത്രയൊന്നും വില കൽപ്പിച്ചില്ല. പഴയ കാലഘട്ടത്തിൽ നടക്കുമായിരുന്നതായി കേട്ടിട്ടുള്ള തരം സംഭവങ്ങളെല്ലാം ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം നടന്നതായി ചിത്രീകരിക്കുകയോ നടന്നതായി ലേഖനം എഴുതി വയ്ക്കുകയോ ചെയ്താൽ വായിക്കാൻ ആളുകൾ കാണും. പക്ഷേ വിശ്വസിക്കാൻ ആരും കാണില്ല. റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു സാധാരണ മീറ്റിംഗ് ഇന്ന് ശ്രീമംഗലത്ത് വെച്ച് നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് ശ്രീമംഗലത്തെ പുതിയ ഫ്ലാറ്റിൽ വെച്ച് തന്നെയാണ്. പുതിയതായി നിർമ്മിച്ച ഫ്ലാറ്റിന് പേര് കൊടുത്തിരിക്കുന്നത് ശ്രീമംഗലം റിയൽടെക്സ് എന്നാണ്. ശ്രീമംഗലത്തിൻ്റെ പേര് പ്രസിദ്ധമാകട്ടെ എന്ന് കരുതിയാവും അങ്ങനെ ചെയ്തത്. ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലരും ഫ്ലാറ്റുകൾ വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തു. പകുതിയോളം പണവും പലരും കൊടുത്തു. ഉദ്ഘാടന ദിവസം തന്നെ നടന്ന കൊലപാതകം പലരെയും ഫ്ലാറ്റ് വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ്. എങ്ങനെയായാലും വിറ്റ് തീരാതിരുന്നാൽ മുടക്കിയ പണം അവിടെ മുടങ്ങിപ്പോകും. അത് തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രമല്ലേ അടുത്ത കെട്ടിടം പണിയാൻ കഴിയൂ. തറവാട്ടുകാരുടെ അടുത്തു നിന്നും ലഭിച്ച സ്ഥലത്തിൽ തന്നെ ഇതുപോലെ 3 ഫ്ലാറ്റ് സമുച്ചയങ്ങളെങ്കിലും സുഖമായി പണി തീർക്കാം. അതോടെ ശ്രീമംഗലത്തെ താമസ സൗകര്യത്തിൻ്റെ അഭാവം ഇല്ലാതെയാവുകയും ചെയ്യും. ശ്രീമംഗലത്തുള്ളവർ മാത്രമല്ലല്ലോ, അകലെ ജോലി ചെയ്യുന്നവർ പോലും ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യും. അതിന് ആദ്യമായി വേണ്ടത് ഇപ്പോൾ നിർമ്മിച്ച ഫ്ലാറ്റ് മുഴുവൻ വിറ്റ് തീരുക എന്നതാണ്. ബുക്ക് ചെയ്തിരുന്നവരും പകുതി പണം തന്നിരുന്നവരുമായി 75% ഫ്ലാറ്റുകളുടെ കാര്യം ഏതാണ്ട് തീരുമാനമായതാണ്. അവരുമായി ഒരു കരാർ ചെയ്തിരുന്നതുകൊണ്ട് അവർക്കിനി അങ്ങനെയൊന്നും പിൻവാങ്ങാൻ കഴിയില്ല. ഇനി അഥവാ പിൻവാങ്ങിയാൽ പോലും അവർ കൊടുത്ത പണം ഒരു കാരണവശാലും അവർക്ക് തിരിച്ചു കിട്ടുകയുമില്ല. അത് കമ്പനിയുടെ ഭാഗത്തു നിന്നും വാങ്ങാൻ മാത്രമുള്ള കഴിവ് അവർക്കില്ല താനും. അതുകൊണ്ട് മടിയോടെയാണെങ്കിലും ചിലരെങ്കിലും വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ 14-ാമത്തെ നിലയിലേക്ക് ഇതുവരെ ഒരാളും താമസം തുടങ്ങിയില്ല. അവിടെ ഫ്ലാറ്റ് വാങ്ങിയ ദിനേശൻ പോലും 1-ാം നിലയിലെ ഒരു ഫ്ലാറ്റ് ചോദിച്ചു വാങ്ങി അങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. 14-ാം നിലയിലേക്ക് കാലുകുത്താൻ പോലും ഇപ്പോഴും ആരും തയ്യാറായിട്ടില്ല. എല്ലാവർക്കും പേടിയാണ്. സ്വന്തം ജീവൻ വെച്ചുള്ള കളിക്ക് ആരെങ്കിലും തയ്യാറാകുമോ? അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ മീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത് 14-ാം നിലയിലാകാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. പല തവണ നമ്മൾ മീറ്റിംഗ് നടത്തി കഴിയുമ്പോൾ ആളുകൾക്കൊരു വിശ്വാസം വരും. ആ വിശ്വാസം നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പണി തീർന്ന ഫ്ലാറ്റുകളെങ്കിലും പെട്ടെന്ന് വിറ്റ് തീർക്കാം. അങ്ങനെ പണം വരട്ടെ. 14-ാം നിലയിൽ യോഗം തീരുമാനിച്ചെങ്കിലും ഫ്ലാറ്റ് നമ്പർ ഇയിലേക്ക് കയറാൻ ഒരാൾക്കും ധൈര്യമുണ്ടായില്ല. മാത്രവുമല്ല, ഫ്ലാറ്റ് നമ്പർ ജിയിലേക്കാണ് അദൃശ്യനായ ഡയറക്ടറുടെ ഓഡിയോ കോൺഫറൻസിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു മുറിയിൽ കൂടാൻ കഴിയില്ലല്ലോ. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ അദ്ദേഹം തന്നെയാണ് പ്രധാന ഓഹരി ഉടമയും. അദ്ദേഹത്തിൻ്റെ ശബ്ദമേ എല്ലാവർക്കും കേൾക്കാൻ കഴിയുകയുള്ളൂ. തീരുമാനങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ.
പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പലതും അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്. അതനുസരിച്ചാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. യോഗം തുടങ്ങി. മാനേജിംഗ് ഡയറക്ടറുടെ ഓഡിയോ സന്ദേശം ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരുന്നു. മുൻപ് പറഞ്ഞ ഫ്ലാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ എത്രയും വേഗം രണ്ടാമത്തെ കെട്ടിട സമുച്ചയത്തിൻ്റെ പണി ആരംഭിക്കുന്ന കാര്യവും കൂടി അദ്ദേഹം നിർദ്ദേശിച്ചു. നിങ്ങളിൽ ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നാണു മിക്കവാറും ആത്മഹത്യ ചെയ്തതായിരിക്കും. അന്ന് ചെയ്തതിൻ്റെ കുറ്റബോധം അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട് ഫാനിൽ കെട്ടി തൂങ്ങിയപ്പോൾ കെട്ട് ശരിയാവാത്തതിനാൽ ശരീരമെല്ലാം മാന്തി കീറിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാറുള്ളതുമാണ്. അത് കണ്ടിട്ട് അദൃശ്യനായ ഏതോ ആത്മാവോ രക്ഷസോ ആരാധനാമൂർത്തിയോ വന്ന് പ്രതികാരം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാൽ ബാക്കി ആര് വിശ്വസിച്ചാലും നിങ്ങളെങ്കിലും വിശ്വസിക്കരുത്. പറയാൻ കൊള്ളാം, പക്ഷെ നടത്താൻ വിഷമമാണ് എന്ന മുറുമുറുപ്പ് ഡയറക്ടർമാർക്കിടയിൽ പോലും ഉണ്ടായി. അയാൾ തുടർന്നു. ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഈ യുഗത്തിൽ പഴയ കാലഘട്ടത്തിലെ വിശ്വാസങ്ങളോ ആരാധനകളോ കാര്യങ്ങളോ ഒന്നും വിജയിക്കില്ല. അവരെല്ലാം പരാജയപ്പെട്ട് പിന്മാറിക്കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ നവീന സാങ്കേതിക വിദ്യയുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും അത് വിശ്വസിക്കുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട. മാനേജിംഗ് ഡയറക്ടർ എവിടെയോ ആണിരിക്കുന്നത്. എവിടെയാണെന്ന് ബാക്കി ഡയറക്ടർമാർക്ക് പോലും അറിയില്ല. അപ്പോൾ പിന്നെ അയാൾക്കിത്തരം ന്യായങ്ങൾ പടച്ചുവിടുന്നതിൽ ഭയപ്പെടാനൊന്നുമില്ലല്ലോ. ഇവിടെ ശ്രീമംഗലത്ത് ജീവിക്കുന്ന ഓരോരുത്തരും ഭയന്നിട്ടാണ് ജീവിക്കുന്നത്. നാണു മരിച്ചിട്ട് ദിവസങ്ങൾ കുറേ ആയി എങ്കിലും ആർക്കും ഭയം നീങ്ങിയിട്ടില്ല. പലരും അസമയങ്ങളിൽ അസാധാരണമായ പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ട്. ഫ്ലാറ്റിൻ്റെ അകത്തു നിന്നും പരിസരങ്ങളിൽ നിന്നുമൊക്കെ അത്തരം ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് പലരും ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ്. സാർ അങ്ങനെ പറഞ്ഞാലും പുതിയതായി ആരും തന്നെ ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങാൻ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അഡ്വാൻസും പകുതി പണം വരെയും തന്ന കുറേ ആളുകളുണ്ടല്ലോ. അവരെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം. അങ്ങനെ കുറേ പേർ താമസിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ ബാക്കിയുള്ളവരും ആ പുറകെ തന്നെ വന്ന് താമസിച്ചുകൊള്ളും. അങ്ങനെ പുതിയ ആശയങ്ങൾ വരട്ടെ. ബാക്കിയുള്ളവർക്കും ആശയങ്ങൾ അവതരിപ്പിക്കാമല്ലോ. പ്രശ്നം പരിഹരിക്കണ്ടേ? വാങ്ങാത്തവർ വാങ്ങിക്കൊള്ളും, അല്ലാത്തവർ വാടകയ്ക്ക് താമസിച്ചുകൊള്ളും. താമസക്കാരനെ കണ്ടാൽ അവൻ വാടകക്കാരനാണോ ഉടമസ്ഥനാണോ എന്നറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാം വിറ്റുപോയി എന്ന് നമുക്ക് പ്രചാരണം നടത്തുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരമാകും. സന്ധ്യ മയങ്ങി തുടങ്ങി. അപ്പോഴേക്കും തന്നെ അന്തരീക്ഷത്തിൽ നിന്നും പേടിപ്പെടുത്തുന്ന പല ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർക്കണേ. അടുത്ത പാർട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും. ഓക്കെ.